ഹിറ്റ് 96.7 FM-ന്റെ ഡൂൺ ബാഷിംഗിലെ ഫൈനൽ സെഗ്മെന്റ്, അതായത് ക്യാമ്പിലെത്തിയിരിക്കുകയാണ്. ക്യാമ്പിൽ ഇനി ഒരുപാട് പ്രൈസസ്, ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നിങ്ങളെ കാത്തിരിക്കുന്നു. ആൾക്കാർ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഒരുപാട് പേർ ഫുഡ് കൗണ്ടറിന്റെ ഫ്രണ്ടിലാണ്. ഒരുപാട് പേർ ഫുഡ് ഓൾറെഡി വാങ്ങിച്ച് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഷോപ്പിംഗ് ഫെസ്റ്റിവലിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പുള്ള ഒരുപാട് ഐറ്റംസ് ഇതിനകത്തിരിപ്പുണ്ട്. അത് പർച്ചേസ് ചെയ്യാനും ഒരുപാട് പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ക്യാമൽ റൈഡിംഗ് വെളിയിലുണ്ട്. അങ്ങനെയുള്ള അനവധി ആക്ടിവിറ്റീസും ഇതിനകത്ത് ഹിറ്റ് 96.7 FM-ന്റെ ഡൂൺ ബാഷിംഗിന്റെ ഭാഗമായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. FM-ന്റെ ഡൂൺ ബാഷ് അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ബെല്ലി ഡാൻസ് അടക്കം കഴിഞ്ഞു. നേരത്തെ നമ്മൾ ഡെസേർട്ടിലുള്ള എല്ലാ തലകുത്തിമറിയലും എല്ലാം കഴിഞ്ഞു. ഒരു ദിവസം തുടങ്ങുന്നത് നമ്മൾ ഏറ്റവും നല്ല കാര്യം കേട്ടുകൊണ്ടാവണമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും നിർബന്ധമുണ്ട്. നമ്മുടെ UAE-യിലെ പ്രവാസികളായ മലയാളികൾ 8 ലക്ഷത്തോളം വരുന്ന മലയാളികളിൽ ഭൂരിഭാഗവും വണ്ടിയുള്ളവരാണ്. അവരുടെ രാവിലെ, അതായത് ഒരു നല്ല ദിവസം തുടങ്ങുന്നത് നല്ല ശബ്ദം കേട്ടുകൊണ്ടാണ്. ശബ്ദം നിങ്ങൾ പലപ്പോഴായി കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ ആരാണതെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറ്റും. ആ ശബ്ദം നിങ്ങൾ നേരിട്ട് കേൾക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കൂ. നമസ്കാരം. ഹായ്. സാധാരണ ശബ്ദത്തിനേക്കാളും നല്ലതാണ്. ഇപ്പൊ ഈ ഒച്ചപ്പാടും ബഹളവും കഴിഞ്ഞുണ്ട്, കുറച്ച് ശബ്ദം മാറിയിരിക്കുകയാണ്. ഇത് നമ്മുടെ സ്വന്തം അർഫാസ് ആണ്. ഹിറ്റ് 96.7 FM ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്. ഇദ്ദേഹത്തോടൊപ്പം 2 വ്യക്തികൾ മിസ്സിംഗ് ഉണ്ട്. അതിൽ ജോണും നൈലി ഇവിടെ തന്നെ ഉണ്ട്. ജോണും നൈലി ഇവിടെയുണ്ട്. അവർ അല്പസമയത്തിനുള്ളിൽ വരുന്നതായിരിക്കും. എന്തായാലും അർഫാസിന്റെ ഈ വർഷത്തെ ഡൂൺ ബാഷ് എങ്ങനെയുണ്ട് നമുക്ക് ചോദിച്ചത്. അർഫാസ് എങ്ങനെയുണ്ടായിരുന്നു? ഐ ഷുഡ് സേ ഫാന്റാസ്റ്റിക്. കാരണം നമ്മൾ ലാസ്റ്റ് ടൈം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ലാസ്റ്റ് ടൈമിനേക്കാളും കൂടുതലാണ് നമ്മൾ ഈ പ്രാവശ്യം ഡ്യൂൺ ബാഷിംഗ് ചെയ്തത്. ഏകദേശം 2 മണിക്കൂർ വി ആർ ആക്ച്വലി ഇൻ ദ ഡ്യൂൺസ് ആൻഡ് പല 4 വീൽ ഡ്രൈവ്സിന്റെയും അടപ്പിളകി എന്നാണ് പറയാൻ വേണ്ടി. കാരണം 4 വീൽ ഡ്രൈവ്സിന്റെ ശരിക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഓഫ് റോഡ് പോകുന്നതാണല്ലോ. പല ആൾക്കാരും ഇതിനെ ഷെയ്ഖ്സാദ് റോഡിലും എമിറേറ്റ്സ് റോഡിലും ബൈപ്പാസ് റോഡിലും കൂടെ മാത്രമേ പരീക്ഷിച്ചിട്ടുള്ളൂ. പക്ഷെ അവരുടെ ആ വണ്ടിയുടെ ശരിക്കുള്ള ഒരു പൊട്ടൻഷ്യൽ എന്നുള്ളത് ഇന്ന് 100 വണ്ടികളാണ് അറിഞ്ഞത്. ആൻഡ് പീപ്പിൾ ആർ സോ ഹാപ്പി. ഇത് പല ആൾക്കാർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഡ്യൂൺ ബാഷിങ്ങിന് പോകുന്നുള്ളത്. ഇത് പല ആൾക്കാരെയും ലൈഫിൽ ഒരു ഹോബിയായി മാറുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആൻഡ് ഡ്യൂൺ ബാഷിങ്ങിന് ശേഷം വി ആർ ഓൾ ഹിയർ ഫോർ എ പാർട്ടി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഷുവർ യു ക്യാൻ ലിസൺ ടു ദ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇവിടെ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ ബെല്ലി ഡാൻസ് കഴിഞ്ഞു. ഞാൻ കണ്ടില്ല, താങ്കൾ കണ്ടിരുന്നു? ഞാൻ കണ്ടില്ല, ആക്ച്വലി പുള്ളി കണ്ടിരുന്നു. ഓക്കെ. ഇപ്പോ ഇവിടെ ഒരു DJ വന്നിട്ടുണ്ട്. DJ ആക്ച്വലി പ്ലേയിങ് മ്യൂസിക് ആൻഡ് ഓൾ ഓഫ് ദം ആർ ഡാൻസിങ് നൗ. ഈ അർഫാസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നും പറയുന്നത് ഇൻസ്റ്റാന്റ് സ്പോണ്ടേനിയസ് ആയിട്ട് കോമഡി പറയാനുള്ള ഒരു കഴിവ്. രാവിലെ മൂഡ് ഔട്ട് ആയിട്ട് ഓഫീസിലേക്ക് പോകും, ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബ് കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ശരിക്കും പ്രശ്നം ബിക്കോസ് ഓഫ് അർഫാസ് കോമഡി. എന്താണ് ഇതിന്റെ സീക്രട്ട് അർഫാസ്? സീക്രട്ട് എന്ന് ഞാനിപ്പോ അന്വേഷിച്ചോണ്ടിരിക്കുക. ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല, അത് ഷെയർ ചെയ്യുന്നില്ല. See, actually when you are happy and when you are happy you also want to make other person also happy. അപ്പോൾ അതുകൊണ്ട് if you are happy then actually this has come out. So thank you so much അർഫാസ്. അർഫാസ് ഡാൻസിന് വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് അധിക സമയം ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. താങ്ക് യു സോ മച്ച്. ഏത് ടെൻഷനുള്ള ഒരു അവസ്ഥയിൽ നമ്മളെ നല്ല മൂഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിരി, ആ ചിരി നിങ്ങൾക്ക് നേരിട്ട് കാണാം. എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷത്തെ ഹിറ്റ് ദ ഡ്യൂൺ? ആസ് യൂഷ്വൽ എല്ലാം നന്നായിട്ട് പോയി, നന്നായിട്ട് മംഗളമായിട്ട് തന്നെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇപ്പോൾ ഫൈനലായിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്തൊരു അടിപൊളി സെഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ വി വർ ഡാൻസിങ് ദേ. സോ ഫൈനൽ ഒരു വൈൻഡ് അപ്പിന് മുന്നേ ആയിട്ടൊരു ബ്ലാസ്റ്റ്. ഈ നല്ല ചിരിയുടെ സീക്രട്ട് എന്താണ്? എനിക്കറിയത്തില്ല. മേ ബി ഐ ഓൾവേസ് ഫീൽ നമ്മൾ ചിരിക്കുമ്പോൾ മനസ്സ് തുറന്ന് ചിരിക്കണം, എന്നാൽ മാത്രമേ അത് ശരിക്കും ഉള്ള ഒരു എന്താ പറയാ ഒരു വൈബ്രൻസ് മറ്റൊരാൾക്കും കൂടെ കിട്ടുള്ളൂ. സോ ഐ ഓൾവേസ് ഫീൽ വെൻ യു ആർ ഡൂയിങ് സംതിങ് ഡു ഇറ്റ് വിത്ത് ഫുൾ ഹാർട്ട്. എന്തായാലും വളരെയധികം അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്.
മച്ച്. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് നമ്മുടെ ഇപ്പൊ ഹിറ്റ് ദ ഡ്യൂൺസ് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഓൺ എയറിലാണെങ്കിലും നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ഒരു മേക്ക് തന്നെയാണ്, നമ്മുടെ കുട്ടി തന്നെയാണ് ഹിറ്റ് എഫ് എം എന്ന് പറയുന്നത്. സോ ഫ്രം ദ സ്റ്റാർട്ട് വി ഹാവ് ബീൻ നർച്ചറിങ് ഇറ്റ്. അപ്പൊ ഓരോ വർഷവും നന്നാക്കി ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരികയാണ്. ഇവർ ഇനിയും നമ്മളെ ഒരു മികച്ച പല പരിപാടികളിലൂടെ നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാവിധ ഭാവങ്ങളും ഒരിക്കൽ കൂടി ഇവർക്ക് നേരുകയാണ്. NTVക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഹായ് എല്ലാ NTV വ്യൂവേഴ്സിനും എൻ്റെ ഹായ്. ആൻഡ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ലൈക്ക് നമ്മുടെ ഹിറ്റ് ദ ഡ്യൂൺസിന്റെ സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഈ വർഷമുള്ള ഏറ്റവും വലിയ പ്രത്യേകത, കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചുകൂടെ ഡ്യൂൺ ബാഷിംഗ് നമ്മൾ കൂടുതൽ ചെയ്തു. അപ്പോൾ കൂടുതൽ ടയേർഡാണ് എല്ലാവരും. പക്ഷേ ആ ടയർഡ്നെസ് ഒക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് വി ഓൾ ആർ സെലിബ്രേറ്റിംഗ് ആൻഡ് വി ഓൾ ആർ എൻജോയിങ് ഇറ്റ്. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് ഷോ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം നമ്മുടെ ലിസണേഴ്സുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോഴും. കാരണം ശബ്ദത്തിലൂടെ മാത്രമാണ് നമ്മൾ പല ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെയൊക്കെ നേരിട്ട് കാണാനും അവരുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഇതുപോലുള്ള അവസരങ്ങൾ വളരെ സ്പെഷ്യലാണ്. ആൻഡ് ഹിറ്റ് ദ ഡ്യൂൺസ് അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇവന്റ് ആണ്. സോ എല്ലാവരും എല്ലാവരും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും വരുന്ന വർഷങ്ങളിലെല്ലാം കൂടുതൽ പാർട്ടിസിപ്പേഷനും കൂടുതൽ 4x4s ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ആൻഡ് താങ്ക്സ് വൺസ് അഗെയിൻ ഫോർ NTV ഫോർ സപ്പോർട്ടിംഗ് us. താങ്ക് യു. പോകുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യനും കൂടി ജോണിനോട് ചോദിക്കാനുണ്ട്. ജോൺ ഡ്യൂൺ ബാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ പ്രാവശ്യം ഞാൻ കുറെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ ഡ്യൂൺ ബാഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ പ്രാവശ്യം കുറച്ചും കൂടെ ടഫ് ഡ്യൂൺസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 3-4 തവണ എന്റെ വണ്ടി നിന്നുപോയി. മാർഷൽസിന്റെ ഹെൽപ്പോടുകൂടിയാണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. അവസാനം എനിക്ക് വേണ്ടിയിട്ട് ഒരു മാർഷലിനെ പ്രത്യേകം നിയോഗിച്ചു. കാരണം ഇവനെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് ഒരാൾ കൂടെ എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ട് ഫുൾ ടൈം എന്നോട് ഒരാളുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഫൺ. കാരണം ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴാണല്ലോ അതിന്റെ അതൊരു ഫൺ എലമെന്റ് നമുക്ക് കിട്ടുന്നത്. ബട്ട് വി എൻജോയ്ഡ് ഇറ്റ്. എല്ലാവർക്കും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് വിചാരിക്കുന്നു. കുറച്ച് ആൾക്കാർക്ക് വണ്ടിക്കൊക്കെ കാര്യമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. ബട്ട് അതൊരു വളരെ സ്പോർട്ടി സ്പിരിറ്റിലാണ് എല്ലാവരും എടുത്തിരിക്കുന്നത്. ആൻഡ് വി ഓൾ എൻജോയ്. താങ്ക്സ് സോ മച്ച്. താങ്ക് യു സോ മച്ച് ജോൺ. ഇപ്പൊ പറഞ്ഞ പോലെ ജോണും അവിടെ ഡാൻസ് ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടി തിടുക്കം കാട്ടുകയാണ്. ഇത്രയും സമയം നമ്മുടെ പ്രേക്ഷകരോട് ജോൺ മനസ്സ് തുറന്ന് സംസാരിച്ചു. എന്തായാലും ഒരുപാട് നന്ദി ജോൺ. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.
സോ ഒരിക്കൽ കൂടി ഹിറ്റ് ദ ഡ്യൂൺസ് 96.7 എഫ്എമ്മിന്റെ ഹിറ്റ് ദ ഡ്യൂൺസ് എന്ന പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുപാട് എക്സൈറ്റ്മെന്റ്സ്, ഒരുപാട് ഡൂൺ ബാഷിംഗ് എക്സ്പീരിയൻസ്, ബെല്ലി ഡാൻസ് എക്സ്പീരിയൻസ്, ഡാൻസ് ഫ്ലോറിലെ ത്രസിപ്പിക്കുന്ന എക്സ്പീരിയൻസ്, നല്ല ഫുഡ്, ഒരു നല്ലൊരു പാക്കേജ് ആയിരുന്നു 96.7 എഫ്എമ്മിന്റെ ഹിറ്റ് ദ ഡ്യൂൺസ് എന്ന പരിപാടി. അടുത്ത വർഷം ഇതിലും മികച്ച ഐറ്റംസുമായി, ഇതിലും മികച്ച സർപ്രൈസുമായി 96.7 എഫ്എം നിങ്ങളിലേക്ക് എത്തും. ഹിറ്റ് ദ ഡ്യൂൺസ് എന്ന മറ്റൊരു പ്രോഗ്രാമുമായി. Till then, bye from Srijit.